പ്രിയ വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സെക്കൻഡ് ഇയർ നമ്മൾ 3 ചാപ്റ്റർ ഇപ്പോൾ എടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോസായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. ആരെങ്കിലും ആ വീഡിയോസൊക്കെ കാണാനുണ്ടെങ്കിൽ അത് ആ വീഡിയോസ് പുറകോട്ട് പോയി നോക്കുക. ഇപ്പോൾ 4ാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്, വെബ് ടെക്നോളജി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള കുട്ടികളിലേക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കാണും, പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് വെബ് ടെക്നോളജി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച C++ ആണ്. C++ൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയ ഒരു പോർഷനാണ് വെബ് ടെക്നോളജി. നമുക്കറിയാം, ഇന്ന് വെബ്സൈറ്റും വെബ് ടെക്നോളജിയും നെറ്റും ഇൻ്റർനെറ്റും വാട്സപ്പും ഒക്കെ ഇന്ന് വളരെ ഫെമിലിയർ ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ സമയത്ത് കുട്ടികളെല്ലാം തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം നടത്തുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൻ്റെ വളരെ വിലപ്പെട്ട ഒരു ചാപ്റ്ററാണിത്. കുട്ടികളെല്ലാം ഇത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും ഇതിനകത്തുനിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ഒതുക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സീരിയസ്നസ്സോടുകൂടി ഓരോ പോർഷനും ഞാൻ പുസ്തകം വെച്ചാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുസ്തകത്തിലെ ഒരു വരി പോലും വിട്ടുപോകാൻ സാധ്യതയില്ലാത്ത രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ളൊരു ക്ലാസ്സിൽ ഇരുന്ന് എങ്ങനെയാണോ കുട്ടികൾ പഠിക്കുന്നത് അതേ സീരിയസ്നസ്സോടുകൂടി പഠിക്കാൻ എല്ലാ അവസരങ്ങളും നൽകുന്നതാണ് ഈ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ അവസരങ്ങൾ മുതലാക്കണം. നിങ്ങളുടെ ക്ലാസ്സിൽ വന്നില്ല എന്നുള്ളത് പോരായ്മയല്ല, അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള തുല്യമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ തരുന്നത്. കുട്ടികൾ മാക്സിമം ഇത് അവർ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വെബ് ടെക്നോളജി. ഈ വെബ് ടെക്നോളജി നമ്മുടെ വെബ്സൈറ്റിൽ നടക്കുന്ന അല്ലെങ്കിൽ വെബ് ടെക്നോളജി നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊരു ബ്രീഫായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം വെബ്സൈറ്റ് എന്താണെന്നും ആ വെബ്സൈറ്റ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്താണെന്നും ഏത് ലാംഗ്വേജ് ഉപയോഗിച്ചാണെന്നും ഒക്കെ ഏകദേശം അറിവ് നിങ്ങൾക്കുണ്ട് അല്ലേ? വെബ്സൈറ്റ് ഉണ്ടാക്കപ്പെട്ടുള്ളത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലെങ്കിൽ HTML കൊണ്ടാണ് കൂടുതലും വെബ് പേജസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ വെബ് പേജുകളുടെ കൂട്ടമാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ആ വെബ്സൈറ്റിൻ്റെ ഒരു അഡ്രസ്സ് കാണും. നമ്മൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്താൽ അതിൻ്റെ സെർവർ ചെയ്യുന്ന കണ്ടൻറ്റ് എടുത്തുകൊണ്ട് വന്ന് നമ്മളെ കാണിക്കുക എന്നുള്ളതാണ് ആ വെബ് സെർവറിൻ്റെ ജോലി. അപ്പം ഇങ്ങനെയുള്ള കുറേ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കും. വെബ് സെർവർ, വെബ്സൈറ്റ്, വെബ് പേജ്, അതുപോലെ തന്നെ വെബ് പേജ് ലാംഗ്വേജസ്, ഇതൊക്കെ നമ്മളിപ്പോൾ കേൾക്കാൻ പോവാണ്. അപ്പം ഇത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. ഈ വർഷം നിങ്ങൾക്ക് പ്രാക്ടിക്കലിനും ഈ ഒരു പോർഷൻ ചെയ്യാനുണ്ട്. HTML പ്രാക്ടിക്കലുണ്ട്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഞാൻ തുടർന്ന് വരുന്ന വീഡിയോസിലൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക നിങ്ങൾ. ഇവിടെ നമുക്ക് ആദ്യം ഉള്ളത് കമ്മ്യൂണിക്കേഷൻ ഓൺ ദി വെബ്. തുടക്കം മുതലേ പറയുകയാണ്, ശ്രദ്ധിക്കുക. അതിനകത്ത് 11ാം ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. URL എന്താണെന്ന് പഠിച്ചു, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതുപോലെ ഡൊമൈൻ നെയിം സിസ്റ്റം, DNS സെർവർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. IP അഡ്രസ്, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ് എന്താണെന്ന് മുൻവിധിയുണ്ട് നമുക്ക്. ആൻഡ് ദെൻ വെബ് സെർവർ എന്താണെന്ന് നിങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഹയർ വേർഷൻസ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇൻ ഓർഡർ ടു കമ്മ്യൂണിക്കേറ്റ് ഓൺ ദി വെബ്, കമ്പ്യൂട്ടേഴ്സ് ഓർ ഡിവൈസസ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. നമ്മളിപ്പോൾ പരസ്പരം മറ്റൊരാളുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അറിയണം, ആ വ്യക്തിയെ നമ്മൾ അറിയണം ഇല്ലേ? അറിയാവുന്ന 2 വ്യക്തികൾ തമ്മിലാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർനെറ്റിൽ 2 ഉപകരണങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടാൽ അവ തമ്മിൽ ഇൻറ്റേർണലി അവ എന്തൊക്കെയാണെന്നുള്ളത് അവ തമ്മിൽ അറിഞ്ഞിരിക്കണം, നമ്മളും അറിഞ്ഞിരിക്കണം. This is possible by making all devices follow the same protocol, namely Transmission Control Protocol or Internet Protocol, TCP/IP. അപ്പോൾ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെടുന്ന 2 ഡിവൈസസ് പാലിച്ചിരിക്കേണ്ട ഒരു പ്രോട്ടോക്കോൾ നിബന്ധനയാണ്, ഒരു റൂളാണ് TCP/IP, Transmission Control Protocol /Internet Protocol. We have discussed TCP/IP in detail chapter 8 of +1 അല്ലേ? +1 നമ്മൾ 8ാമത്തെ ചാപ്റ്ററിലേക്ക് ഇത് പഠിച്ചിട്ടുണ്ട്. The data to be sent is broken down to small packets along with the address of the recipient computer by TCP protocol. ഇതാണ് ഇവിടെ നോക്കി, ഈ ചിത്രത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. നമ്മൾ കൊടുക്കുന്ന സെൻറ്റർ കൊടുക്കുന്ന ഡേറ്റ TCP ബ്രേക്സ് ഇൻറ്റു ഡേറ്റ പാക്കറ്റുകളായിട്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? These devices called routers route the transport these data packets to their destination computers. അപ്പോൾ അവിടെ റൂട്ടർ കാണും. റൂട്ടർ, ദാറ്റ് സ്റ്റെപ്പ് 2. The packet travels from router to router over the internet according to the IP. ഈ റൂട്ടർ എവിടേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കും.
ഏത് ഡിവൈസിലേക്കാണ് പോകേണ്ടതെന്ന് റൂട്ടർ തീരുമാനിക്കും. അങ്ങനെ ആ റൂട്ടർ അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടും. These devices called routers route the transport these data packets to their destination computer using internet protocol. ഏത് കമ്പ്യൂട്ടറിലേക്കാണ് അല്ലെങ്കിൽ ഏത് ഡിവൈസസിലേക്കാണ് നമ്മൾ അയച്ച ഡേറ്റ പോകേണ്ടതെന്ന് റൂട്ടർ തീരുമാനിച്ച് അങ്ങോട്ട് റൂട്ട് ചെയ്ത് വിടുന്നു ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അനുസരിച്ച്. ഇതാണ് ഇവിടെ നടക്കുന്നത്. In the internet there are several type of communications like accessing websites, sending emails, etc. അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. 9ാമത്തെ ചാപ്റ്ററിൽ പല കാര്യങ്ങളും പഠിച്ചു. HTTP എന്താണെന്നും കഴിഞ്ഞ വർഷം പഠിച്ചു. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഹൈപ്പർ ടെക്സ്റ്റ് അതായത് നെറ്റിലൂടെ പോകുന്ന ഡേറ്റകൾ പാലിച്ചിരിക്കേണ്ട നിബന്ധനയാണ് HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയും. ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ പാലിച്ചിരിക്കേണ്ട നിബന്ധനയാണ് SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയും. ബട്ട് ബോത്ത് ദീസ് പ്രോട്ടോക്കോൾസ് വർക്ക് ഓൺ ടോപ്പ് ഓഫ് ലോവർ ലെവൽ protocol are called internet protocol. IP provides the basic communication over the internet. The usage of single protocol internet for all communication over the internet has several protocols advantages. The routers need not be programmed separately to handle different types of data. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഒത്തിരി കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ബ്രീഫായിട്ട് ഞാനൊന്ന് പറയാൻ പോകുന്നത് ഇത് communication on the web can be categorized into client to web server to web server communication. നമ്മൾ വെബിലൂടെ അതായത് വെബ്സൈറ്റിലൂടെ ഒരു സ്ഥലത്തു നിന്നും ഡേറ്റ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒന്ന് ക്ലയൻറ്റ് ടു വെബ് സെർവർ. ആരാ ക്ലയൻറ്റ്? ഒരു ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളാണ്. നമ്മളൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളാണ് ക്ലയൻറ്റ്. വെബ് സെർവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഡേറ്റകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറിനെയാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലയൻറ്റും വെബ് സെർവറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതൊരു കമ്മ്യൂണിക്കേഷനാണ്. ഇത് കൂടാതെ വെബ് സെർവറും തമ്മിൽ രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷനുണ്ട്. അവിടെ ക്ലയൻറ്റിന് പ്രാധാന്യമില്ല. ഉദാഹരണം നമ്മളിപ്പം ഓൺലൈൻ പർച്ചേസൊക്കെ നടത്തുമ്പോൾ, അപ്പോൾ ഇനി വരുന്നുണ്ട്, ഓൺലൈൻ വ്യാപാരം പർച്ചേസൊക്കെ നടത്തുമ്പോൾ ബാങ്കിൻ്റെ വെബ് സെർവറും ഈ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നവരുടെ വെബ് സെർവറുകളും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാകും, പൈസ വിഡ്രോ ചെയ്യാനും ഒക്കെ അല്ലേ. അതൊരു വെബ് സെർവർ ടു വെബ് സെർവർ ലിങ്കാണ്. നമ്മൾ പോകുന്നത് ക്ലയൻറ്റ് ടു വെബ് സെർവറാണ്. അപ്പോൾ ക്ലയൻറ്റ് ടു വെബ് സെർവറുണ്ട്, വെബ് സെർവർ ടു വെബ് സെർവർ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു വെബ്സൈറ്റ് ഓണാക്കിയാൽ അതിൻ്റെ ഡേറ്റകളെല്ലാം, അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഡേറ്റകളെല്ലാം ഇരിക്കുന്ന സ്ഥലത്തെ പറയുന്ന പേരാണ് വെബ് സെർവർ. അത് ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കാം, അമേരിക്കയിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വേറൊരു സ്ഥലത്തായിരിക്കാം, പൂനെയിലായിരിക്കാം, ബാംഗ്ലൂരിലായിരിക്കാം, എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക്, അപ്പോൾ നമ്മളൊരു ഡേറ്റയിൽ അഡ്രസ് ബാറിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്താൽ ഇത് ആ സെർവറിൽ പോയാണ് നമുക്ക് എടുത്തുകൊണ്ട് വരുന്നത്, നമ്മുടെ ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഡസ് നോട്ട് യൂഷ്വലി റിക്വയർ ഒതൻറ്റിക്കേഷൻ, ബട്ട് ഇൻ ദ കേസ് ഓഫ് വെബ് ബേസ്ഡ് ബാങ്കിങ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇമെയിൽ സർവീസസ്, യൂസർ നെയിം ആൻഡ് പാസ്വേഡ്സ് റിക്വയർ ടു സെൻഡ് ടു ദ സെർവർ. നമ്മൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ അടിക്കണം. ആ യൂസർ ഐ ഡിയും പാസ്വേഡ് അടിച്ചുകൊണ്ടാണ് നമുക്ക് ഒതൻറ്റിക്കേഷനാണ്, യഥാർത്ഥ ആളാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഇനി this information cannot be sent to the server in plain text due to security reasons. The hackers may steal username and password if it is communicated and shared through plain text. In such cases, we use HTTPS technology to encrypt username and password, then send to the server. HTTP എന്ന് പറഞ്ഞാൽ നമ്മളടിക്കുന്ന പാസ്വേഡൊക്കെ യഥാർത്ഥമായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുമോ? പറ്റത്തില്ല. അത് ഒന്ന് ഇൻറ്റു അല്ലെങ്കിൽ ഡോട്ടുകളായിട്ടൊക്കെ അല്ലേ, അത് വേറൊരു ടെക്സ്റ്റിലേക്ക് അതിനെ മാറ്റുകയാണ്. ഇടയ്ക്കിരിക്കുന്ന ആൾ ഹാക്ക് ചെയ്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഇതിനൊക്കെ സഹായിക്കുന്നത് നമ്മൾ HTTPS എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ ടെക്നോളജിയാണ് എൻക്രിപ്റ്റ് ചെയ്ത് യൂസർ നെയിം പാസ്വേഡിനെയൊക്കെ മറ്റൊരു ഭാഷയിലേക്കാക്കി മാറ്റുന്നത്. ഇനി മറ്റൊരു SSL സെക്യൂർ ലെയർ പ്രോട്ടോക്കോൾ, സെക്യൂർ സോക്കറ്റ്സ് ലെയർ provides a standard security technology for establishing encrypted connection between computers on internet. What is SSL ചോദിക്കാറുണ്ട്. സെക്യൂർ സോക്കറ്റ് ലെയർ, ദാറ്റ് ഈസ് SSL, എന്തിനാണ് ഉപയോഗിക്കുന്നത്? വിച്ച് പ്രൊവൈഡ്സ് എ സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ടെക്നോളജി ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻ എൻക്രിപ്റ്റഡ് കണക്ഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ഓൺ ദി ഇൻ്റർനെറ്റ്.
അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റിനെ മറ്റൊരു ഭാഷയിലേക്ക് കൊടുത്ത് മറ്റൊരു ഡിവൈസിന് കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ പ്രോട്ടോക്കോളാണ് സെക്യൂർ സോക്കറ്റ്സ് ലെയർ എന്ന് പറയുന്നത്. അപ്പം അതാണ് ആ കാര്യങ്ങളെന്ന് പറയുന്നത്. അതൊക്കെ ഒരു സെക്യൂരിറ്റി ലെവലിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ SSL സർട്ടിഫിക്കറ്റൊക്കെ നേടിയിരിക്കണം, നേടിയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത് ഇതിലേക്കൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അതാണ് ഈ പറഞ്ഞത് സെക്യൂർ സെൽ. If an SSL certificate is valid, the browser start an encrypted session. During this session, the browser and the server encrypts all the transmitted data. This process displayed to point ഈ പടത്തിനകത്തിൽ ഇതെല്ലാം കാണിക്കുന്നുണ്ട് SSL എന്താ ചെയ്യുന്നതെന്നുള്ളത്, നമ്മുടെ ക്ലയൻറ്റിലേക്ക് വിടുമ്പോൾ ഡേറ്റകളൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡേറ്റകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം ഇപ്പോൾ ഈ പറഞ്ഞു വന്നത് ക്ലയൻറ്റ് വെബ് സെർവർ, അവിടെ കുറേ സെക്യൂരിറ്റിയൊക്കെ നമ്മൾ പാലിക്കണം ഇല്ലേ. അപ്പോൾ നമ്മൾ വെബ് സെർവറിലൂടെ വെബ്സൈറ്റിലോട്ട് കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വെബ് കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ നമ്മൾ പാലിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ നടത്തുന്ന ചില പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ അറിയുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടറിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയും വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. ബാങ്കും അല്ലെങ്കിൽ നമ്മളൊരു പർച്ചേസ് ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ സെർവറും നമുക്ക് സാധനം തരുന്ന ആൾക്കാരുടെ സെർവർ ആമസോൺ അവരുടെ സെർവറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതൊരു വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനാണ്. ഇറ്റ് ഓൾസോ മേ റിക്വയർ സർട്ടൻ വെബ് ആപ്ലിക്കേഷൻസ്. ഫോർ എക്സാമ്പിൾ, വെബ് സെർവർ ഓഫ് ആൻ ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് merchant on internet needs to send confidential information to bank web server and vice versa. In such cases, the web servers of the merchant and the bank have to be authenticated. അവിടെ നമ്മുടെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് ഹെൽപ്പ് ടു വെരിഫൈ ദിസ് ഡേറ്റ. അപ്പോൾ ഈ ചിത്രത്തിലൂടെ നോക്കിയാൽ നമുക്കറിയാം, യൂസർ പ്ലേസിംഗ് ഓർഡർ, നമ്മൾ യൂസർ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ആ ഓർഡർ മെർച്ചൻ്റ് വെബ് സെർവറിൽ ചെല്ലുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, മെർച്ചൻ്റ് റിക്വസ്റ്റ് ടു പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴി ആ റിക്വസ്റ്റ് കൊടുക്കും. പേയ്മെൻറ്റ് ഗേറ്റ് വേ റിക്വസ്റ്റ് ഫോർ കൺഫർമേഷൻ അല്ലേ, അത് കൺഫർമേഷൻ ബാങ്കിൻ്റെ സെർവറിൽ നിന്ന് അത് കൺഫർമേഷൻ ചെയ്ത് ആരിലേക്ക് വരും, മെർച്ചൻ്റ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത് അവിടേക്ക് ചെല്ലും. ഈ ഇത് തിരിച്ചെവിടേക്ക് വരും, പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴി ഇത് നമ്മളെ യൂസറിലേക്ക് റെസ്പോൺസായിട്ട് വന്ന് നമുക്ക് ഡേറ്റകൾ അല്ലെങ്കിൽ പൈസ കൊടുക്കാനുള്ളൊരു പെർമിഷൻ കിട്ടുന്നു. അങ്ങനെ നമ്മുടെ പൈസ വിഡ്രോ ആകുന്നു. അപ്പോൾ ഇതൊരു വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനാണ്. ബാങ്കിൻ്റെ സെർവറും നമ്മൾ ഓർഡർ പർച്ചേസ് ചെയ്ത അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആ ആളിൻ്റെ സെർവറും തമ്മിലുള്ള ഒരു ബന്ധം, അവർ തമ്മിലുള്ള ബന്ധം, അതിനെയാണ് നമ്മൾ വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലൊന്നും നമ്മൾ പഠിക്കേണ്ട. രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ക്ലയൻറ്റ് ടു വെബ് സെർവർ ഉണ്ട്, വെബ് സെർവർ ടു വെബ് സെർവർ. നമ്മളൊരു കാര്യം നമ്മൾ ഒരു വെബ്സൈറ്റ് ഓൺ ആക്കുമ്പോൾ അത് ക്ലയൻറ്റ് വെബ് സെർവറാണ്. നമ്മളൊരു കാര്യം പർച്ചേസ് ചെയ്യുമ്പോൾ വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കുക. ഇനിയും വെബ് സെർവർ ടെക്നോളജീസ്, വെബ് സെർവറുമായിട്ട് ബന്ധപ്പെട്ട ചില ടെക്നോളജീസാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അത് ശ്രദ്ധിക്കുക. ഒരു ഉദാഹരണം, ലെറ്റ് വി see what happens internally when we visit the website www.dhckerala.gov.in, the official website of Directorate of Higher Secondary Education DHC. At first, the home page of the website will be transferred to our computer. ആദ്യം നമ്മൾ ആ സൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജ് ആണ്, അതിൻ്റെ ഹോം പേജ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, the client is usually a computer on mobile which has a browser software that requests for web pages. The web server uses the web server software to store the pages on the websites and delivers it on the request from the client. അല്ലേ, അത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അത് DHCയുടെ വെബ് സെർവർ എവിടെയാണ് ഇരിക്കുന്നത്, ആ സെർവറിൽ പോയി അതിൻ്റെ ഡേറ്റ എടുത്തുകൊണ്ടുവന്ന് ബ്രൗസർ മുഖാന്തരം നമ്മളെ കാണിച്ചു തരുന്നു. ഇതാണ് നടക്കുന്നത്. ഇനി എന്താണ് വെബ് സെർവർ എന്ന് പറഞ്ഞാൽ, പലർക്കും വെബ് സെർവർ എന്ന് ഇതുവരെ നമ്മൾ പറഞ്ഞു. പക്ഷേ യഥാർത്ഥമായിട്ട് ഈ വെബ് സെർവർ എന്താണെന്ന് ഇപ്പം ശ്രദ്ധിച്ചോണം നിങ്ങൾ. ഈ ചിത്രത്തിൽ കാണാം ഒരു വെബ് സെർവറിൻ്റെ ഏകദേശം ഒരു ഡേറ്റാ സെൻറ്ററിൻ്റെ ഒരു ചിത്രമാണത്. എ വെബ് സെർവർ enables deliver web pages on services like email, blog, etc. to users or internet. A web server consists of several computers that run a server operating system and a web server software on it for providing services like www, email, etc. over the internet. So a web server consists of a server computer that runs as server OS. അപ്പോൾ ഒരു സെർവറിനകത്തൊരു വെബ് സെർവർ OS കാണും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണും. അതുമാത്രമല്ല, എ വെബ് സെർവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ് ഓൺ ഇറ്റ്. വെബ് സെർവർ ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സോഫ്റ്റ്വെയറും
ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. ഒന്നാമത് അറിഞ്ഞിരിക്കേണ്ട കാര്യം അത്. 2, എ വെബ് സെർവർ ഇസ് എ പവർഫുൾ കമ്പ്യൂട്ടർ വിച്ച് ഓൾവേസ് സ്വിച്ച്ഡ് ഓൺ. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടർ ആയിരിക്കും, എപ്പോഴും ഓണാക്കി വെച്ചിരിക്കുന്നതായിരിക്കും. ആൻഡ് കണക്റ്റഡ് ടു ഹൈ ബാൻഡ്വിഡ്ത്ത് കണക്ഷൻ, എപ്പോഴും ഹൈ ബാൻഡ്വിഡ്ത്ത് കണക്ഷനുമായിട്ട് അതിന് കണക്ഷൻ കാണും. ദിസ് വിൽ ഫെസിലിറ്റേറ്റ് ഇൻ്റർനെറ്റ് യൂസേഴ്സ് അറൗണ്ട് ദ വേൾഡ് ആക്സസ് വെബ്സൈറ്റ്സ് ആൻഡ് സർവീസസ് ഹോസ്റ്റഡ് ഇറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം. ഇല്ലേ, നമുക്ക് പാതിരാത്രിക്കായിരിക്കും ഒരു ആ സെർവറിൽ നിന്നൊരു കാര്യം എടുക്കേണ്ടത്, അത് ഓഫാക്കി വെച്ചിരുന്നാൽ കിട്ടുമോ? ഇല്ല. അപ്പോൾ ഇവിടെ പകലാണെങ്കിലും അമേരിക്കയിൽ ഒരു പക്ഷേ എപ്പോഴായിരിക്കും? രാത്രിയായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവിടുന്ന് അല്ലെങ്കിൽ പകൽ സമയത്ത് അവിടുന്ന് ഈ ഡേറ്റയ്ക്ക് വേണ്ടി ആക്സസ് ചെയ്യും. അപ്പോൾ അവിടെ ഓഫാക്കിയിരുന്നാൽ ശരിയാകുമോ? അല്ല. അപ്പോൾ വെബ് സെർവർ എന്ന് പറയുന്ന ഒരു വലിയ കമ്പ്യൂട്ടറാണ്, ഒരു വളരെ കപ്പാസിറ്റിയുള്ള കമ്പ്യൂട്ടറാണ്. അത് എപ്പോഴും 24 മണിക്കൂർ ഓണാക്കിയിട്ടിരിക്കുന്നൊരു കമ്പ്യൂട്ടറാണ്. പിന്നെ ഇനിയുണ്ട്, ഡിപ്പെൻഡ്സ് ഓൺ ദി റിക്വയർമെൻറ്റ്സ്. വെബ് സെർവർ ക്യാൻ ഹാവ് എ സിംഗിൾ ഓർ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ്. ഒന്നിലധികമോ പ്രോസസ്സേഴ്സ് കാണും. ഫാസ്റ്റ് ആക്സസ് റാം, നല്ല റാം കാണും. ഹൈ പെർഫോമൻസ് ഹാർഡ് ഡിസ്ക് കാണും. എതർനെറ്റ് കാർഡ് ദാറ്റ് സപ്പോർട്ട്സ് ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. എതർനെറ്റ് കാർഡ് ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതെല്ലാം അഡ്വാൻറ്റേജാണ്. വെബ് സെർവറിനെ പറ്റി എഴുതാൻ പറഞ്ഞാൽ ഇത് ഏതെങ്കിലുമൊക്കെ എഴുതാം. അതായത് ഒന്നിലധികമോ പ്രോസസ്സർ കാണും, ഫാസ്റ്റ് ആക്സസ് റാം കാണും, ഹൈ പെർഫോമൻസ് ഹാർഡ് ഡിസ്ക് കാണും, എതർനെറ്റ് കാർഡ് കാണും, ഇതെല്ലാം കാണും. പിന്നെ എപ്പോഴും വേണ്ടി നല്ല പവർ സപ്ലൈയും കാണും, അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ കാണും. അപ്പോൾ ഇതെല്ലാം കൂടെ കുറേ സ്ഥലത്തെ വെബ് സെർവർ എല്ലാം കൂടി ഇരിക്കുന്ന ഏരിയയെ പറയുന്ന പേരാണ് ഡേറ്റാ സെൻറ്റർ എന്ന് പറയും. ഡേറ്റാ സെൻറ്റർ. ഇനി അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നോക്കാം. ഡേറ്റാ സെൻറ്റർ, എ ഡേറ്റാ സെൻറ്റർ ഈസ് എ ഡെഡിക്കേറ്റഡ് ഫിസിക്കൽ ലൊക്കേഷൻ വെയർ ഓർഗനൈസേഷൻസ് ഹൗസ് ദെയർ സെർവേഴ്സ്. പല കമ്പനിക്കാരല്ലെങ്കിൽ പല ഏജൻസികൾ അവരുടെയൊക്കെ സെർവർ സൂക്ഷിച്ചു വെക്കുന്ന പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥലമാണ് ഡേറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. ഡേറ്റാ സെൻറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ്, പ്രോസസ്സിംഗ് ആൻഡ് സെർവിങ് ലാർജ് എമൗണ്ട് ഓഫ് മിഷൻ ക്രിട്ടിക്കൽ ഡേറ്റ. ഇറ്റ് റിക്വയർസ് എക്സ്റ്റൻസീവ് ബാക്കപ്പ് പവർ സപ്ലൈ, കൂളിംഗ് സിസ്റ്റം, ഹൈ സ്പീഡ് നെറ്റ്വർക്കിംഗ്, സെക്യൂരിറ്റി സിസ്റ്റം എക്സെട്ര. അപ്പോൾ ഇതൊക്കെ വേണം അവർക്ക്. ഡേറ്റാ സെൻറ്റർ റിക്വയർസ് എക്സ്റ്റൻസീവ് ബാക്കപ്പ് പവർ സപ്ലൈ, കൂളിംഗ് സിസ്റ്റം, ഹൈ സ്പീഡ് നെറ്റ്വർക്കിംഗ് കണക്ഷൻ ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം. ഇതൊക്കെയാണുള്ളത്. ഇനി പോപ്പുലർ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഞാൻ പറഞ്ഞു സെർവറിനകത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. അതായത് ലിനക്സിൻ്റേത് റെഡ് ഹാറ്റ്, ഓപ്പൺ SUC, ഡെബിയൻ, ഉബുണ്ടു എക്സെട്ര. മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് സെർവർ, ഫ്രീ BSD, ഒറാക്കിൾ, സൊളാരിസ് എക്സെട്ര. ഇത് കുറേ സോഫ്റ്റ്വെയർസിൻ്റെ എക്സാമ്പിൾസാണ്. അതായത് പോപ്പുലർ സെർവർ OS ചോദിച്ചാൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എഴുതാം. ലിനക്സിൻ്റെ ആണെങ്കിൽ റെഡ് ഹാറ്റ്, ഓപ്പൺ SUC, ഡെബിയൻ, ഉബുണ്ടു. മൈക്രോസോഫ്റ്റിൻ്റെ ആണെങ്കിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസ് സെർവർ, ഫ്രീ BSD, ഒറാക്കിൾ എക്സെട്ര. ഇനി അതുകൂടാതെ 1-2 കാര്യം കൂടെ ഇവിടെ അറിഞ്ഞിരിക്കണം നിങ്ങൾ. ചില വെബ് സെർവർ പാക്കേജസ് ഉണ്ട്. അപ്പാഷെ സെർവർ, മൈക്രോസോഫ്റ്റ് ഇൻഫർമേഷൻ സെർവർ, ഗൂഗിൾ വെബ് സെർവർ ആൻഡ് നിക്സ് പ്രൊണൗൺസ് എൻജിൻ എക്സ്. ഇത്രയും നമുക്ക് തരുന്ന വെബ് പേജസ് അല്ലെങ്കിൽ വെബ് സെർവർ പാക്കേജസ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെബ് സെർവറിനെ പറ്റി ഏതാനും ചില കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇനി സോഫ്റ്റ്വെയർ പോർട്ടുകളെ പറ്റി പറയാൻ പോകുന്നു. സോഫ്റ്റ്വെയർ പോർട്ട്. നമുക്ക് പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പോർട്ട് എന്ന് പറഞ്ഞാൽ തുറമുഖം, അല്ലേ? ഇപ്പം കപ്പൽ തുറമുഖം എന്ന് പറഞ്ഞാൽ കപ്പലുകൾ അടുക്കുകയും കപ്പലുകൾ സാധനങ്ങൾ കയറ്റി ഇറക്കുകയും ചെയ്യുന്ന ആ ഒരു സെൻട്രലൈസ്ഡ് ഏരിയ അല്ലെങ്കിൽ ആ ഒരു മിഡിൽ പോർഷനെയാണ് നമ്മൾ പോർട്ട് എന്ന് പറയുന്ന പോലെ സോഫ്റ്റ്വെയർ പോർട്ട്. നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ നോക്കിയാൽ അതിൻ്റെ ബാക്കിൽ ധാരാളം പോർട്ട് കാണും, അല്ലേ? പ്രിൻ്റർ കൊണ്ട് കുത്തുന്ന പോർട്ട്, മൗസ് കൊണ്ട് കുത്തുന്ന പോർട്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസസ് കൊണ്ട് കുത്തുന്ന പോർട്ട്. ഇതെല്ലാം ഈ പോർട്ടെല്ലാം കൂടെ മദർ ബോർഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഈ വെബ് സെർവറിലേക്ക് കയറാൻ വേണ്ടി അല്ലെങ്കിൽ ധാരാളം സോഫ്റ്റ്വെയർ പോർട്ടുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വർഷം നമ്മൾ കമ്പ്യൂട്ടർ കമ്പോണൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇവിടുന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പോർട്ട് ഒരു നമ്പർ ഉണ്ടായിരിക്കും പോർട്ടിന്. പോർട്ട് നമ്പർ ഈസ് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. 16-bit നമ്പർ when added to computer IP address URL can be used for communicating with a particular service available on that server. പോർട്ട് നമ്പർ എന്ന് പറയുന്നത് ഒരു 16-bit നമ്പറാണ്, 16-bit നമ്പറാണ്. which when added to a computer IP address അല്ലെങ്കിൽ URL can be communicated for particular service available on that server, അല്ലേ? ഇതെങ്ങനെയാണ് അതിന് എഴുതിയിരിക്കുന്നത്? HTTP
/google.co.in/80 കുറേ നമ്പർ ഇനി ഞാൻ പറയും. ആ നമ്പർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയും. ഇത് ഏതെങ്കിലും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഫോർ എക്സാമ്പിൾ 20ഉം 21 രേഖപ്പെടുത്തിയാൽ അത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിൻ്റെ പോർട്ട് നമ്പറാണ്. 22 സൂചിപ്പിച്ചാൽ അത് സെക്യൂർ ഷെൽ ആണ്. 25 എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ SMTP. 53 എന്ന് പറഞ്ഞാൽ അത് ഡൊമൈൻ നെയിം സെർവർ DNS. 80 എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. 110 എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ. 443 എന്ന് പറഞ്ഞാൽ STTP സെക്യൂർ. ഇതിലേതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ തൊട്ട് മുമ്പിലത്തെ പരീക്ഷയ്ക്കും ഇതിൽ ഒരെണ്ണം ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാ വർഷങ്ങളിലും സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. പോർട്ട് നമ്പർ തരും. ഈ ഏതെങ്കിലും ഒരു പോർട്ട് നമ്പർ തരുന്നത് അതെന്തിന്, അല്ലെങ്കിൽ എൻ്റെ സർവീസ് എന്താണെന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഇതിനകത്ത് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം. വെബ് ടെക്നോളജി എന്ന് പറയുന്ന കാര്യമാണ് പറഞ്ഞത്. വെബ് ടെക്നോളജി ഏറ്റവും അത്യാവശ്യമുള്ളതാണ്. ശരിയായ രീതിയിൽ പഠിച്ചു പോവുക. 4ാമത്തെ ചാപ്റ്ററാണ് വെബ് ടെക്നോളജി. ആദ്യം ഞാൻ പറഞ്ഞു HTML എന്താണെന്ന് പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ ഓൺ ദി വെബ് അത് 2 തരമുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ക്ലയൻറ്റ് വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. 2 വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി വെബ് സെർവറിന് ടെക്നോളജി പറഞ്ഞപ്പോൾ വെബ് സെർവർ എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. വെബ് സെർവറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ കുറേ വെബ് സെർവറുകൾ ഇരിക്കുന്ന ഒരു സ്ഥലത്തെയാണ് പറയുന്നത് ഡേറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞു. ആ ഡേറ്റാ സെൻറ്ററിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. പോപ്പുലർ സെർവർ OS എന്താണെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ചില വെബ് സെർവർ പാക്കേജസിനെ പറ്റി പറഞ്ഞു. സോഫ്റ്റ്വെയർ പോർട്സ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുറേ സോഫ്റ്റ്വെയർ പോർട്സിൻ്റെ പേരുകൾ ഞാൻ പറഞ്ഞു. ഓർത്തിരിക്കേണ്ട കാര്യമാണത്. 20, 21, 22, 25, 53, 80, 110, 43. ഇത് നിങ്ങൾക്ക് സയൻസുകാർക്കും പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ കൊമേഴ്സുകാർക്കും പഠിക്കാനുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ പഠിച്ചു പോകാം. എല്ലാ പോർഷനും നമ്മൾ എടുക്കുന്നതായിരിക്കും. ഈ പോർഷനിലൂടെ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് പുസ്തകം ഫെമിലിയറാക്കി പോകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു പഠനരീതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ കാണും പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.